അല്ല, വലിയ ഒരു വിവരം നമുക്കിന്ന് കിട്ടി. നമ്മളത് 2-3 ദിവസമായി നമുക്ക് ആ വിവരം കിട്ടിയിട്ട് നമ്മൾ ആ വിവരം വെച്ച് വെരിഫൈ ചെയ്ത് ഇന്ന് വാർത്ത കഴിച്ചു. കാരണം എങ്ങനെയാണ് ഡ്രഗ് മാഫിയയും പെൺവാണിഭ സെക്സ് റാക്കറ്റും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ഒരു വലിയ വിവരമാണ് നമുക്ക് കിട്ടിയത്. അത് കേരള പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അവർ സ്മൂത്ത് ആൻഡ് കൂളായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചത്. സിന്ധു അലീന സംഘങ്ങളുടെ സിന്ധു അലീന, പിന്നെ മഞ്ജിമ, ഒരു ബിലാൽ ഒറിജിനൽ പേര് ശ്രീകുമാർ. ഇത് അതായത് കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു യുവതിയെ കൊണ്ടുപോയിട്ട് അവിടെ സെക്സ് റാക്കറ്റിന് വിധേയമാക്കി ഇവിടെ വന്ന് പരാതി കൊടുത്തു. ഒരു യുവതി എന്നല്ല, ഒരുപാട് യുവതികളുണ്ട്. അതിൽ ഒരാൾ മാത്രം ധൈര്യമായിട്ട് പരാതി കൊടുക്കാൻ വന്നു. അങ്ങനെ ഈ ഒരു സെക്സ് റാക്കറ്റിന്റെ ഒരു ചെറിയ കണ്ണി പിടിയിൽ വീണു. ഇവർ കണ്ണികൾ മാത്രമാണ്, ഉറപ്പാണ്. കാരണം ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ സ്വാധീന മക്കൾ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ മക്കളൊക്കെ ഇതിന്റെ പിന്നിൽ കാണും, അത് ഉറപ്പാണ്. പക്ഷേ ഈ അന്വേഷണം ഇവരിൽ അവസാനിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അതാണ് അത് പ്രിയപ്പെട്ട പ്രേക്ഷകരത് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഇവരുടെ മോഡസ് ഓപ്പറാണ്ടി എന്നുള്ളത് ഒരു ഫ്രൈസാണ്. ഇവരുടെ ഈ പ്രവർത്തന രീതി എന്നുള്ളത്, അതായത് ആഫ്രിക്കയിലും അതുപോലെ ശ്രീലങ്ക പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ ഒരു സിം എടുക്കുക. അവിടെ സിം എടുക്കുന്നതിന് പരിധികളൊന്നും ആരുടെയും പേരിൽ എടുക്കുന്നതായിരിക്കും. അവരെങ്ങനെയാ അവിടെ ചെന്നിപ്പോ ആ സിമ്മിൽ അവിടെ വാട്സപ്പ് രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് ആ നമ്പറുള്ള സിമ്മും ഫോണുമായിട്ട് അവർ ഇവിടെ വരുന്നു. ഇവിടെ വന്ന് ആ ശ്രീലങ്കൻ നമ്പറിൽ ഇവർ വാട്സപ്പിൽ ചാറ്റ് ചെയ്യും. ഇതിലാണ് അതിനകത്ത് ദുബായിൽ കൊണ്ടുപോകുന്ന യുവതികളെ എല്ലാം ഒരു ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് ലഹരി മരുന്ന് കലർന്ന പാനീയം നൽകി അവരെ അവിടെ ബോധരഹിതരാക്കി അവരെ അതിക്രൂരമായി പീഡിപ്പിച്ച്, അത് ഈ ബിലാൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. സിന്ധു ചിത്രീകരിക്കുന്നു. എന്നിട്ട് ഇവരുടെ നഗ്ന ചിത്രങ്ങൾ എടുക്കുന്നു. അതാണ് സാമ്പിളായിട്ട് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നത്. അയച്ചു കൊടുക്കുന്നതാണ്. ആ കസ്റ്റമേഴ്സിന് മാത്രമല്ല, ഈ യുവതികളുടെ വീടുകളിലേക്കും അയച്ചു കൊടുക്കുന്നു. അത് മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം. അത് ഈ പെൺവാണിഭ റാക്കറ്റിന്റെ മാത്രമല്ല, ഇവിടെയുള്ള ഡ്രഗ് മാഫിയയുടെയും പ്രവർത്തനം ഈ രീതിയിലാണ്. ഇത് സ്വർണ്ണക്കടത്ത് എല്ലാം ഈ ഒരു ഒറ്റ ഇതിൽ സിംഗിൾ ഓപ്പറേഷൻ കൂടെ സാധിക്കുന്നതല്ല. ഇത് കാരണം കമ്മ്യൂണിക്കേഷൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നാണ് നമ്മുടെ ഇതിൽ എഴുതി വന്നത്. പക്ഷേ നമ്മളെ ആരുടെ ഫോൺ വേണേലും തുറക്കാം. അങ്ങനെയാണല്ലോ രാഹുൽ മാങ്കൂട്ടമൊക്കെ പണി മേടിച്ചത്. അതായത് ഈ വാട്സപ്പ് പോലീസിന് തുറക്കാം. മെറ്റയും പോലീസുമായിട്ടൊരു ധാരണയുണ്ട്. ഞങ്ങൾ ഇന്ന കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് സന്ദേശങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കുമ്പോൾ ഇത് പോലീസിന് ഒരു നിശ്ചിത സമയത്തേക്ക് തുറന്നു കൊടുക്കുമ്പോൾ പോലീസിന് അവർ തരുന്ന ലിങ്ക് കയറി നമ്മുടെ ആരുടെ നമ്പറിനകത്തുനിന്ന് വേണേലും വിവരങ്ങൾ ശേഖരിക്കാം. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്, അതിൽ അപ്പോൾ ഉള്ളതേ കിട്ടും. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സംഭവം കിട്ടുകയില്ല. അല്ലാത്തതെല്ലാം ഇവർക്ക് കിട്ടും. ഇവിടെ ഒരുപാട് പേരുടെ ഫോണ് ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ ചോർത്തിയിട്ടുണ്ട്. ആ ചോർത്തിയതിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കിയത്. അത് മാത്രമല്ല, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ പോയാണ് സിം എടുത്തതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഇന്റർപോളിൻ്റെ സഹായം തേടാം. എനിക്ക് തോന്നുന്നു ഇന്റർപോളിൻ്റെ ഇന്ത്യൻ നോഡൽ ഏജൻസി CBI ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കേരള സർക്കാരിന് ധൈര്യമായിട്ട് അവരുമായി ബന്ധപ്പെടാം. ഒന്നാമതൊരു പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് ഈ വാട്സപ്പ് കോളുകൾ ഒരിക്കലും ഇതിൽ വരില്ലല്ലോ, രേഖകളിൽ വരില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ടെലഗ്രാം ഉപയോഗിക്കുന്നതും വലിയ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കുക. ഈ വാട്സപ്പ് കോളുകളിലാണല്ലോ വിളിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉദ്യോഗസ്ഥർ ഭയങ്കര പേടിയായിരുന്നു. സെക്രട്ടേറിയറ്റ് മൊത്തം അടച്ചു ബന്ധവസായ ഒരു ഈച്ച പോലും കയറാതെ പോയത് ഇവർ ഭയത്തിൻ്റെ പുറത്താണ്. ഈ വിവരങ്ങൾ ചോരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു. അതെ. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് വിവരം തരുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം നമ്മളെ വാട്സപ്പിലല്ലാതെ വിളിക്കുക. നമ്മളെ സുഹൃത്തുക്കളെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്ന വാട്സപ്പിലേ വിളിക്കുകയുള്ളൂ. അല്ലാതെ വിളിച്ചാൽ അത് കൃത്യമായിട്ട് അവർക്ക് തൂക്കിയെടുക്കാം. നമ്മുടെയൊക്കെ എനിക്കറിയാം, ഞാൻ പത്തനംതിട്ടയിൽ ഇരുന്നുകൊണ്ട് വാർത്തകൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കോൾ ഡീറ്റെയിൽസ് അവിടുത്തെ ഒരു SP എടുത്തായിരുന്നു. വളരെ നിയമവിരുദ്ധമായ കാര്യമാണ്. ഞാൻ ഒരു കേസിൽ പ്രതിയല്ല, ഞാനല്ലേ ഒരു വാദിയല്ല, ഞാനൊരു പരാതിക്കാരനല്ല. പക്ഷേ ഇയാൾ എനിക്ക് വിവരം ചോർത്തി തരുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടി ഇയാൾ എൻ്റെയും ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള കൃഷ്ണമോഹൻ്റെയും കോൾ ഡീറ്റെയിൽസ് ഈ കോൾ ഡീറ്റെയിൽസ് എടുത്തു എന്നുള്ളത് ഇയാളുടെ ഓഫീസിൽ നിന്ന് തന്നെ നമ്മൾ അന്നേരം തന്നെ അറിയും. നിങ്ങളുടെ കോൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് എന്തോ കിട്ടി? ഇല്ല, ഒന്നും കിട്ടിയില്ല. അതിനകത്തൊന്നും കിട്ടാനില്ല. കാരണം എല്ലാവരും നമ്മളെ ഉദ്യോഗസ്ഥർ നമ്മളെ വിളിക്കുന്നത് വാട്സപ്പിലാണ്. ഈ വാട്സപ്പിൽ വിളിച്ച് ആര് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ പോട്ടെ,
നമ്മൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാട്സപ്പ് കോളിലൂടെ. അല്ല, അത് ഈ ഇവരുടെ ഈ ഇത്തരം ഈ അധോലോക സംഘങ്ങൾ എത്രമാത്രം കേരളത്തിൽ പിടിമുറുക്കുകയും അവർ കേരളത്തിലെ സമാന്തര സാമ്പത്തിക സംവിധാനം തന്നെ ആയി മാറി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. ഈ പെൺകുട്ടി പരാതി നൽകിയില്ലായിരുന്നെങ്കിൽ ആരും അറിയാനും പോകുന്നില്ല. അല്ല, അത് പരാതി നൽകിയപ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും വിചിത്രമായതും ഏറ്റവും നമ്മൾ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. വലിയ ഒരു ഗുണ്ട നെക്സസിന്റെ കയ്യിലാണ് ഈ പെൺവാണിഭ സാമ്രാജ്യം. ഈ സിന്ധുവിനെ അവകാശപ്പെട്ടിരുന്നത് സിന്ധു അലീനെ, ഒരാൾ അവകാശപ്പെടുന്നത് അലീനെ അവകാശപ്പെട്ട ഗുണ്ടാവിന്റെ ഭാര്യയാണ്, ഔറംഗസീബിന്റെ ഭാര്യയാണെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. അവർ പറഞ്ഞിരുന്നത് ഈ ഔറംഗസീബ് എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിന്റെ ഭാര്യ. പക്ഷേ ഇതിന്റെ ഒന്നും തുടക്കം ഇവിടെയല്ല. ഈ നെറ്റ്വർക്ക് ഇങ്ങനെ വിശാലമാണ്, ഇതൊരു വലിയ വലയാണ്. അതിന്റെ ഒരറ്റത്ത് പോലും പോലീസ് ചെന്നിട്ടില്ല. ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഒരു കുഞ്ഞ് ഭാഗത്ത് മാത്രമേ അവർ ചെന്നിട്ടുള്ളൂ. ഇതിന്റെ ഒരു നെക്സസ് കേരളം മുഴുവനും നല്ല ലോകം മുഴുവൻ. ഈ പെൺവാണിഭ സംഘങ്ങളുടെ എപ്പോഴും ലോകവ്യാപകമായിരിക്കും അവരുടെ ഒരു വ്യാപ്തി. ഒരുപാട് രാജ്യങ്ങളിലേക്ക് പടർന്നു ചെല്ലും. കാരണം ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പ്രമുഖ ഗുണ്ടാ നേതാവിന്റെ അണികളാണ് ഇവരെല്ലാം. പിന്നെ ഒരു മുട്ടായിയുടെ പേരുള്ള രസ ഉള്ള ഒരു ആളുണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച്. കഴിഞ്ഞ തവണ പിന്നെ ഡ്രഗ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞൊരു സിനിമാക്കാരടക്കം പിടികൂടിയിരുന്നു. മലയാളത്തിലെ ഒരു പ്രമുഖ നടനും നടിയും ഒരു ഗുണ്ടാ നേതാവിൻ്റെ മുറിയിൽ പോയ്ക്കാൻ പോയി എന്ന് പറഞ്ഞ് ഇവരെ എല്ലാം അന്ന് പിടികൂടിയിരുന്നു. ആ കൊച്ചി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വന്തം ഏരിയ തന്നെയാണ്. പക്ഷേ ഇതിന്റെ നേതൃത്വം നൽകുന്നതെല്ലാം തന്നെ സഹാക്കളായതുകൊണ്ട് ഒന്നും തൊടാനും പറ്റില്ല. ആ കൊച്ചി അധോലോകം മുഴുവൻ കയ്യിലാണ്. കേരളം അതായത് 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ ഇത്രയും ഡ്രഗ്സ് ഇല്ല, ലഹരി പദാർത്ഥങ്ങളില്ല, ഈ പുകയില നിരോധിത പുകയില ഉൽപ്പന്നങ്ങളില്ല. പക്ഷേ ഈ 10 വർഷം കൊണ്ട് ഇതിൻ്റെ കാര്യത്തിൽ LDF സർക്കാർ സ്വയം പര്യാപ്തത നേടി, വലിയ തോതിൽ നേടി. എത്ര പേരെ പിടികൂടി, എത്ര ഡോക്ടർമാരെ പിടികൂടി വരുന്ന ഉപയോഗിച്ച കുറ്റത്തിന്. അതിന് കാരണമുണ്ട്. ഇതിനകത്ത് പലതും ഇവരുടെ ബിനാമികളാണ്. CPM നേതാക്കളുടെ ബിനാമികളാണ്. പത്തനംതിട്ട, കരുനാഗപ്പള്ളി, അടൂര് കേന്ദ്രീകരിച്ച് ഒരു വലിയ നെക്സസ് ഉണ്ട്. ആലപ്പുഴയിൽ ഒരു നേതാവിന്റെ ലോറിയിലാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ, അനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞ രീതിയിലായി. തിരുവല്ലയിൽ ഒരു വലിയ വേട്ട നടത്തിയിരുന്നു. തിരുവല്ലയിൽ അന്നത്തെ നാർക്കോട്ടിക് സെൽ DSP എന്ന വിദ്യാധരൻ എന്ന് പറഞ്ഞ പത്തനംതിട്ടയിലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ റെയ്ഡ് നടന്നു. ഈ റെയ്ഡ് എന്ന് നിന്നതും CPM നേതാക്കളുടെ വീടിന് മുന്നിലേക്ക്. അതോടെ തീർന്നു. എല്ലാ റെയ്ഡുകളും അസ്തമിക്കുന്നത് CPM ബന്ധത്തിലാണ്. ഇതിനകത്ത് പിടികൂടപ്പെടുന്നവരിൽ ഒരു DYFI നേതാവ് ഉറപ്പാണ്, ഒരു SFI നേതാവ് ഉറപ്പാണ്. അപ്പോൾ ഇത് മൊത്തം ഇവിടുത്തെ ഒരു വലിയ ശൃംഖല ഇവിടെ ഏറ്റെടുത്തു. ഇതിനകത്ത് ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ ഇവർ മൊത്തം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു പത്രസമ്മേളനം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുടെ നടത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലഹരി മാഫിയയുടെ വേരറുക്കും, ഒരുത്തരെയും വെറുതെ എവിടെ ഇല്ല എന്നാണ്. പോലീസിന് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പോലീസിന് പിടിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെയൊക്കെ കൈകാര്യം ഫ്രീ ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ പോലീസ് ഉറപ്പായിട്ടില്ലാത്തതിനും പോകും. അല്ല, ഓപ്പറേഷൻ കുബേര വൻ വിജയമായ ഒരു പദ്ധതിയാണ്. അതോടുകൂടി ഇവിടുത്തെ ബ്ലേഡ് മാഫിയകളെല്ലാം ഒതുങ്ങിയതാണ്. പക്ഷേ 10 വർഷത്തെ CPM ഭരണത്തിൽ ഇവന്മാർ വലിയ മാഫിയകളായിട്ട് വീണ്ടും തഴച്ചു വളർന്നു. ഇവരുടെ ഈ അനധികൃത സമ്പാദ്യമൊക്കെ ഇരട്ടിയാക്കി എടുക്കണമെങ്കിൽ അതും പെണ്ണുങ്ങളെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഈ യുവതികളെ ഉപയോഗിച്ചാണ് ബ്ലേഡ് നടത്തുന്നത്. ഇവരാണ് പൈസ കൊടുത്തു കഴിഞ്ഞ് കിട്ടാതെ വരുമ്പോൾ വിളിക്കുന്നത് പിന്നെ നേതാവായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ എന്താണെങ്കിലും ഈ ദുബായിലേക്ക് യുവതികളെ കടത്തിക്കൊണ്ട് പോകുന്നു. അതിനെന്ത് ചെയ്യുന്നു? വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആദ്യം ഇവരെ ആഡ് ചെയ്തതിന് ശേഷം ഇവർക്ക് വലിയ ഓഫർ കൊടുക്കും. ദുബായിൽ നടക്കുന്ന ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ അവസരം, എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്യും. അതെ, 4.5 ലക്ഷം രൂപ വരെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവരോട് പറയാം നിങ്ങൾക്കിത് പ്രതിഫലമായിട്ട് തിരിച്ചു കിട്ടും. എന്നിട്ട് ഇവരെ എല്ലാം കൂടെ ഒരു വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തിക്കും. 57 ദിവസമാണ് ഈ വിസിറ്റിംഗ് വിസ. 57ാമത്തെ ദിവസം തിരികെ പോകും. അവിടെ ചെല്ലുമ്പോഴേ ഇവരെ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും. ചെല്ലുമ്പോഴേ അവരോട് പറയും ഇതാണ് പരിപാടി, സഹകരിച്ചാൽ നേരെ ചൊവ്വേ പോവാം. ഭീഷണിയാണ്. ചിലരങ്ങ് സഹകരിച്ചു. ഒരു ഇരയെ ഭീകരമായി ചൂരിലുണ്ടടിച്ചു ഇല്ലാത്ത ക്രൂരമർദ്ദനം അഴിച്ചുവിടും. എന്നിട്ട് ബലമായിട്ട് ഇതുപോലെ മയക്കുമരുന്ന് കൊടുക്കും. അങ്ങനെ കെണിയിൽപ്പെട്ട ഒരു കുട്ടിയുടെ അമ്മയാണ് പരാതി പോയത്. അവ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും അറിയുന്നില്ല, അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെടും. അതിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്നു, അത് കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു. പിന്നീട് ഈ വരുന്നവർക്കെല്ലാം വഴങ്ങിക്കൊടുക്കുകയാണ് അവർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇവർ ചെയ്യുന്നത് ഈ 57 ദിവസമാകുമ്പോൾ ഇവരെ ഇറക്കി വിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താ? ഇത് പുറത്ത് പറഞ്ഞാൽ ഇതെല്ലാം പറപ്പിക്കും, പബ്ലിഷ് ചെയ്യുമെന്ന് പറയും.
ഈ 57 ദിവസം കഴിഞ്ഞ് വന്ന് അങ്ങനെ ധൈര്യമായിട്ട് വന്ന് ഒരു പെൺകുട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരകൃത്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഓരോരുത്തരെയായിട്ട് അത് ഒന്നും കേരളം വഴിയല്ല ഇവരെ കൊണ്ടുപോയി. നമ്മുടെ എയർപോർട്ടുകളിൽ നിന്ന് കൊച്ചിയിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ കോഴിക്കോട്ടു നിന്നോ അല്ല കൊണ്ടുപോയത് എല്ലാം ഇത് കേന്ദ്രീകരിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. മഹാമെട്രോ നഗരത്തിൽ ചെന്നിട്ട് ആരും അറിയുന്നില്ല ഇവരെ എങ്ങോട്ടാണ് പോയത് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ നമ്മുടെ ക്രമസമാധാന മേഖലയിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്. ക്രമസമാധാനം എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഇല്ല. ഇപ്പോൾ തന്നെ സൈബർ സഹാക്കളുടെ ഒരു പരിപാടിയുണ്ട്. കഴിഞ്ഞ തവണ CPM DYFI നേതാക്കൾ പോലീസിനെ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോകൾ എടുത്തിട്ട് ഇപ്പം നടന്നതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. അത് നിരന്തരമാണല്ലോ. വേറെ ഏതോ ഒരു മന്ത്രി പോകുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇത് വെരി സൈസൻ അതല്ല മന്ത്രിയല്ല, അതെന്താണെന്നറിയോ, എല്ലാ മന്ത്രിമാരും കൂടെ പോകുന്നതാണ്. 21 മന്ത്രിമാരും കൂടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോ മറ്റെന്തോ ആവശ്യത്തിനോ രാജ്ഭവനിൽ പോയതായിരിക്കും. രാജ്ഭവനിൽ പോകുന്നുണ്ട്. അതിന്റെ പടം എടുത്തിട്ടാണ് നോക്ക ഇയാളുടെ വാഹന വ്യൂഹം കണ്ടോന്നി. ഇതൊന്നും വിശ്വസിക്കാൻ കേരളത്തിലെ ആൾ മണ്ടന്മാരല്ല എന്ന് അവർ തെളിയിച്ചു. ഈ ഇലക്ഷൻ കൂടെ തെളിയിച്ചു. ഇനിയെങ്കിലും സ്ഥിരബുദ്ധി വന്നിക്കുകയും ഇമാതിരിയുള്ള ഈ സഖാക്കളെടുത്ത് ദൂരെ അറിയുകയും ചെയ്താലല്ലാതെ ഈ പാർട്ടി നന്നാവില്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരെ ഉണ്ടായിരിക്കേണ്ടത് കോൺഗ്രസിൻ്റെ BJPയുടെ ഒക്കെ ആവശ്യം തന്നെയാണ്. പക്ഷേ അതിൽ നല്ലവർ വേണം. ഇതുപോലത്തെ ഈ കച്ചവടത്തിന് ഇറങ്ങിയ ഈ കാരണഭൂതങ്ങളെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയാൽ ഇതിങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. കേരളം അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെയും ഇതിൻ്റെ സ്വർണ്ണക്കടത്തിൻ്റെയൊക്കെ അടിമകളായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ആയിരിക്കും ഒരു കാര്യം നിന്നത്. അത് ഇനിയിപ്പോൾ പുതിയ ആഭ്യന്തരമന്ത്രിയാണ്. പോലീസിനെ ഫ്രീ ഹാൻഡായിട്ട് കൊടുത്താൽ അവർക്ക് കൃത്യമായ ഇപ്പം പോരായെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉപദേശകനായിട്ട് പഴയ DGP ഹേമേന്ദ്രനുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ പോലീസിലെ കള്ളനാണയങ്ങളെ ആദ്യം സസ്പെൻഡ് ചെയ്യുക. ഈ ഡ്രഗ് ബന്ധമുള്ള ഇഷ്ടം പോലെ പോലീസുകാരുണ്ട്, പോലീസുകാരുമുണ്ട്, ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവരെ എല്ലാം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തുക. അതിനുശേഷം പണി തുടങ്ങുക. ഈ പോലീസ് വെടിപ്പാക്കിയെടുക്കുക. ഈ MR അജിത്കുമാറിനെ പോലെയുള്ള കള്ളനാണയങ്ങളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക. അതിനുശേഷം പോലീസ് നല്ല കൃത്യമായിട്ട് മുന്നോട്ട് പോയി പെൺവാണിഭ സംഘങ്ങളും കുടുങ്ങും, ഡ്രഗ് മാഫിയ കൊടുക്കും. അതോടുകൂടി ഇവിടുത്തെ എല്ലാ കേരളം നേരെയാകും.